ഷീ മാറ്റേഴ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആദ്യത്തെ വ്യക്തി ലിസിത. ആഗ്രഹങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കാനുള്ളതല്ല, ആഗ്രഹങ്ങൾ തീർക്കാനുള്ളതാണ്. ലിസിത ഈ 2020 ലിസിതയുടെ വളരെ വലിയൊരു ആഗ്രഹമായിട്ടുള്ള കുതിരേനെ ഓടിക്കാൻ പഠിക്കൽ ചെയ്ത് തീർത്തു. ഇപ്പോൾ വളരെ സൂപ്പറായിട്ടാണ് ലിസിത ഹോഴ്സ് റൈഡ് ചെയ്യുന്നത്. അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് കുതിരേനെ അങ്ങോട്ട് എന്താ പറയുക ഓടിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അത് കുറച്ച് സമയമെടുത്ത് വളരെ സാവകാശത്തിൽ ലിസിത പൂർത്തിയാക്കിയെടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ ചുളക്കുട്ടി ലിസിത. ലിസിത എങ്ങനെയുണ്ടായിരുന്നു ഹോഴ്സ് റൈഡിങ്? ഇന്നത് ഇപ്പൊ കഴിഞ്ഞ ഇന്നത് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ സാധാരണ ആ ഒരു ഓടുന്ന ലെവലിൽ എത്തിയിട്ടില്ല. പക്ഷെ ഓക്കെ. എത്ര കാലം എടുത്ത് പഠിച്ചെടുക്കാൻ ഈ ഒരു ഹോഴ്സ് റൈഡിങ്? ഞാൻ ആക്ച്വലി 2020 സ്റ്റാർട്ടിങ്ങിലാണ് ഇതിനെ ജോയിൻ ചെയ്യുന്നത്. Jan-Feb. പിന്നെ മാർച്ച് ആകുമ്പോഴേക്ക് ലോക്ക്ഡൌൺ വന്നു. സാധാരണ എല്ലാവരും ഈ പരിപാടികളൊക്കെ മാർച്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ന്യൂ ഇയർ മൊത്തം തുടങ്ങി അല്ലേ? സ്റ്റാർട്ടിങ് ഈ ഇയർ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് നേരത്തെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അന്നപ്പം കുറച്ചായിട്ട് ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കണേ. അപ്പോൾ ജാനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ Jan-Feb പിന്നെ മാർച്ച് മുതൽ ലോക്ക്ഡൌൺ ആയി. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ പറഞ്ഞ ഈ ബീച്ചിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് കാലമായിട്ട്. അത് ഡിഫറെൻറ്റ് ഹോഴ്സസ് ആണ്. പഠിച്ചത് മുത്തു എന്ന് പറഞ്ഞ ഹോഴ്സിൻ്റെ മേലെയാണ്. ഇവിടെ ചെയ്യുന്നത് സബ. ഇന്ന് നമ്മുടെ കൂടെ ഇന്ന് ചെയ്തത് മുത്തുവാണ്, മാഷ കുതിര. പരിചയക്കുറവൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുതിരയ്ക്ക്? കുതിരയ്ക്ക് നല്ല എനിക്ക് തന്നെ ഒരു ബാലൻസ് ലൈനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഏകദേശം ഓടി ഓക്കെ ആയിട്ടുണ്ട്. കുതിരയുടെ പേരിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ലിസിതയ്ക്ക് എന്താ തോന്നണേ? എന്താണ് ആ ഒരു ഫീല്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? കുതിരയുടെ മുകളിൽ പോകുമ്പോൾ പറയുമ്പോൾ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നത് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ പലയിടത്തും അടുത്ത് ചോദിക്കുന്നിടത്ത് പലയിടത്തും ഞാൻ പറയാറുണ്ട് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹോഴ്സ് റൈഡിങ് എന്നുള്ളത്. അപ്പോൾ സാധാരണ സ്കൂട്ടർ കാറൊക്കെ ഓടിക്കാറുണ്ടോ ലിസിത? അതിനേക്കാളൊക്കെ നല്ല. പിന്നെ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ലിസിത എന്താ ചെയ്യണത്? ഞാൻ നഴ്സാണ്. എങ്ങനെ പോണു നഴ്സ് ജോലി? ഇപ്പൊ പ്രത്യേകിച്ച് കൊറോണ ആയതുകൊണ്ട് അതിന്റെ ഞാൻ തിയേറ്റർ സ്റ്റാഫാണ്. അപ്പോൾ തിയേറ്ററിൽ നമുക്കിപ്പം കൊറോണ ഉള്ളതുകൊണ്ട് 2 ദിവസം മാത്രമേ ഉള്ളൂ വീക്ക്ലി. ഞാനിവിടെ ഡോക്ടർ മനോജ് GNT ഈസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നോർമലി തിയേറ്റർ ഡേ മാത്രം നമുക്ക് പോയാൽ മതി. തിയേറ്റർ ഇല്ലാത്ത ദിവസങ്ങളിൽ ഡ്യൂട്ടി ഇതില്ല. 4 days ആണ് ഉണ്ടാവില്ല വീക്കിലി. ഇപ്പോൾ പക്ഷേ അത് 2 days ആയിട്ടുണ്ട്. കേസ് ഉണ്ട്, സർജറി ഉണ്ട്. ഹോഴ്സ് റൈഡിങ്ങിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ അതിൽ കോംപ്ലിക്കേഷൻ വരുന്നത് എവിടെയായിരിക്കും? കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ എന്നെ പോലെ ഒരാളെ എങ്ങനെ കൺവിൻസ് ചെയ്യും? എനിക്ക് കുതിരനെ ഓടിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയാൻ ഇത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ആകെ നമ്മൾ വീഴൂ എന്നുള്ള പേടിയാണ് എല്ലാവരും. ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ മേലെ കയറിയിരിക്കാനുള്ള പേടി മാത്രമാണ്. നമ്മൾ നല്ലൊരു ട്രെയിനറിൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കവർ ബാലൻസൊക്കെ ആക്കിത്തരും. വെൽ ട്രെയിൻഡ് ആയിരുന്നു നമ്മൾ. പക്ഷേ അതിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. എത്ര പേടിയുണ്ടെങ്കിലും നമുക്ക് മെല്ലെ ഒന്നാമത് നമുക്ക് പഠിപ്പിക്കുന്നത് തന്നെ ആദ്യം ഈ ഹോഴ്സസായിട്ട് നമ്മളെ ഫ്രണ്ട്ലി ആക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വന്ന പാടെ നമ്മൾ അതിൽ കയറ്റിയിരുത്തി ഓടിക്കുന്നില്ല. കുതിരയ്ക്കും നമ്മളും തമ്മിലൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് മെല്ലെ അതിൽ കയറ്റിയിരുത്തി ടീച്ചേഴ്സ് കൂടെ നടന്നുകൊണ്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജിനടുത്ത് പ്രതാപ് എന്ന് പറഞ്ഞിട്ടുള്ള മാഷാണ്. യൂണിക്കോൺ എന്ന് പറഞ്ഞ ഇതാണ് ഫാമാണ് അവരത്. അന്നപ്പോൾ സാറ് ശരിക്കും നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ കൂടെ മീൻസ് ഇതിലേക്ക് ഭയങ്കര ഡെഡിക്കേറ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മളെ കൂടെ നിന്ന് എന്താ പറയുക, എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ചെല്ലുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് വെല്ലാക്കി തരുന്നുള്ളതാണ്. അത് ട്രെയിനേഴ്സ് ആണെന്ന് തോന്നുന്നു എനിക്ക്. നമ്മളെ ഇഷ്ടവും ട്രെയിനേഴ്സിൻ്റെ നല്ല ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ആർക്കും പഠിച്ചെടുക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതേപോലെ ഹോഴ്സ് റൈഡിങ് പഠിക്കുന്ന വേറെ സ്ത്രീകളുണ്ടോ? ഉണ്ട്. എത്ര പേരുണ്ട്?
ഞങ്ങളെ ബാച്ചിൽ 4-5 പേഴ്സൺസ് ഉണ്ട്. ഇപ്പോഴും ഓടാൻ വരുന്ന ആൾക്കാർ. ഇപ്പം ഈ ബീച്ചിൽ ഓടാൻ തുടങ്ങിയപ്പം കുറേ ആൾക്കാർ എൻക്വയറി വരുന്നുണ്ട്. ഫീമെയിൽസ് ആണ് കൂടുതൽ വരുന്നത്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ തുടങ്ങാനുള്ളൊരു അത് ലിസിത പറയണത് നമ്മളൊന്ന് ചെന്ന് നമ്മൾ കുതിരയിടത്തൊക്കെ കുറച്ചൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും എന്നാണ് ലിസിത പറയുന്നത്. നമ്മൾ എന്തൊരു കാര്യം ചെയ്തു തുടങ്ങുള്ളൂ, നമ്മൾ തെറ്റിയെ പഠിക്കുള്ളൂ. ഇപ്പം വണ്ടി പഠിക്കണേ വീണേ പഠിക്കുള്ളൂ, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഈ ഹോഴ്സ് റൈഡിങ്ങിൽ വീണാണോ ലിസിത പഠിച്ചത്? ഞാൻ വീണ് പഠിച്ചിട്ടില്ല, പക്ഷെ വീണു ഒരു തവണ. ഇപ്പം അടുത്ത് ഞാൻ പറഞ്ഞേ ലോക്ക്ഡൗൺ കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഈ പൂഴിയിലൂടെ ഓടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ പൂഴിയിൽ ഇങ്ങനെ ഈ കുഴി വന്നപ്പം ഹോസും ശ്രദ്ധിച്ചിട്ടില്ല. ഹോസസ് ശരിക്കും നമ്മളെ വീഴ്ത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവർ കഴിയുന്നതും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു. ഞാൻ പഠിക്കുന്നപ്പോഴേക്കുള്ള എനിക്കുള്ള എക്സ്പീരിയൻസ് ആണത്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷേ ഒരു തവണ ഞാൻ വീണിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് പഠിക്കുന്ന സമയത്തല്ല, ലാസ്റ്റ് റീസെന്റ്. എന്തൊക്കെ പഠിപ്പിക്കും ഹോഴ്സ് റൈഡിംഗ് എന്ന് പറയുമ്പോൾ? ജസ്റ്റ് കുതിരനെ ഓടിക്കാനാണോ, വേറെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞേ കുതിരയായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ കുതിരയ്ക്ക് തന്നെ 4 സ്റ്റെപ്സ് ഉണ്ട്. കുതിരയ്ക്ക് കമന്റ് ആണ് വേണ്ടത്. അതിൽ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മളെ കുതിരേൻ്റെ മേലെ കയറ്റി ഇരുത്തിട്ട് നടത്തിക്കുക. അത് ചുമ്മാ നമ്മളിങ്ങനെ വെറുതെ അവിടെ തന്നെ പറമ്പിലൂടെ നമ്മളെ റൗണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ വരുന്നത് സ്റ്റെപ്സ് വരുന്നത് വാക്ക്, ത്രോട്ട്, കാൻഡർ ആൻഡ് ഗാലപ്പ്. ഇതാണ് സ്പീഡ്. ഗാലപ്പാണ് ഹൈ സ്പീഡിൽ വരുന്നത്, 4ാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഫസ്റ്റ് നമ്മളെ വാക്ക് പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് ത്രോട്ട് പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് കാൻഡറിലേക്ക് പോകും, കാൻഡറിലേക്ക് തന്നെ ഗാലപ്പിലേക്ക് പോകും. പക്ഷേ കുതിരയിൽ ഓടാൻ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡിലുള്ള ഗാലപ്പാണ്. കാരണം നമ്മളിങ്ങനെ പറന്നു പോകും. മറ്റേതൊക്കെ ഇങ്ങനെ കുറച്ചൊരു ഇളക്കൊക്കെ വന്നിട്ട് വരുന്ന വാക്കും ത്രോട്ടൊക്കെ കുറച്ചൊരു ജർക്കിങ് ഒക്കെ വരും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പഠിക്കാൻ ഇറങ്ങിയത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നേരത്തെ ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയമാണിത്. പക്ഷെ സത്യത്തിൽ ഞാൻ ഈ 2020 സ്റ്റാർട്ടിങ്ങിൽ ഇതിന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്ട്രെസ് ഫ്രീ. ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യണം. കാരണം വെച്ചാൽ കുറച്ചേറെ സ്ട്രെസ് ഉണ്ടായ ഒരു സമയമുണ്ട്. ആ സമയത്ത് എനിക്ക് സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെ ആണ് ഇതിലേക്ക് ഞാൻ ഇറങ്ങുന്നത്. ഞാൻ എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടോ ആ ആഗ്രഹിച്ച കാര്യം ഇതിൽ ഓക്കെയാണ്. അപ്പൊ കുതിരയുടെ മേളിൽ കയറി ഗാലപ്പ് ചെയ്യണ സമയത്ത് മനസ്സിലുള്ള എല്ലാ സ്ട്രെസ്സും അങ്ങ് പാറി പറന്നു പോകുന്നതാണ് നമ്മുടെ ലിസിത പറയണത്.